മോദിയുടെ എന്ത് ഗ്യാരണ്ടിയാണ് കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വിജയസാധ്യത ഞാൻ 80% കാണുന്നുണ്ട്. പത്മനാഭ വേണുഗോപാലിന് 60% കാണുന്ന വിജയസാധ്യത കാണുന്നത്. 2016 പിന്നെ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല മെജോറിറ്റിയോടുകൂടി വോട്ട് ചെയ്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ കുറ്റബോധം തോന്നിയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ BJPക്ക് പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി കിട്ടുന്നത് BJPക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. UDF 3-ാം സ്ഥാനത്ത് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നൊരു സ്ഥിതിയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്കുകൾ മുഴുവൻ CPM വോട്ടിൻ്റെ കൂടെ NMR റസാഖിന് അനുകൂലമായിട്ട് പോയാൽ NMR റസാഖ് ഒരുപക്ഷെ അട്ടിമറി നേടാനും സാധ്യതയുണ്ട്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഇന്ന് 2 സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, റാലികളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഒന്ന് പാലക്കാടും അതോടൊപ്പം തന്നെ തൃശ്ശൂരും. ഈ 2 സ്ഥലത്തും മത്സരിക്കുന്നത് 2 വനിതകളാണ്. അതും പ്രഗത്ഭരായിട്ടുള്ള 2 വനിതകളാണ്. ഒന്ന് പത്മജ വേണുഗോപാൽ തൃശ്ശൂരും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും. ഈ 2 സ്ഥാനാർത്ഥികളുടെയും വിജയ സാധ്യതകളെ എങ്ങനെ നോക്കിക്കാണും? 2 സ്ഥാനാർത്ഥികളുടെയും വിജയസാധ്യതകൾ എന്ന് പറയുമ്പോൾ പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വിജയസാധ്യത ഞാൻ 80% കാണുന്നുണ്ട്. പത്മനാഭ വേണുഗോപാലിന് 60% കാണുന്ന വിജയസാധ്യത കാണുന്നത്. അതിനകത്ത് തന്നെ എടുത്ത് നോക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കണം. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും ഒരു ഓളം സൃഷ്ടിക്കുന്ന കക്ഷിയാണ്. പക്ഷേ അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവർ പോയിട്ടൊരു മണ്ണൊരുക്കി കൊടുക്കും, വിതച്ചിട്ട് പിന്നെ എല്ലാം എന്താക്കും, അടുത്ത പ്രാവശ്യം വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ കൊണ്ടുവന്ന് വിത്തിറക്കുന്നത്. പുള്ളിക്കാരി നിലമൊക്കെ കൊടുത്ത് റെഡിയാക്കി ചെല്ലുന്നിടത്തെല്ലാം വോട്ട് നന്നായിട്ട് പിടിച്ച്. കാരണം പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും 11-ാമത്തെ 12-ാമത്തെ കണ്ട ഇലക്ഷനായത്, പോകുന്നിടത്തെല്ലാം BJPക്ക് അത് കാരണം വെച്ചാൽ BJP വോട്ടിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു വോട്ട് ബാങ്കുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലെയിം ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ. കാരണം എൻ്റെ വോട്ടും BJPയുടെ വോട്ടും ചേരുമ്പോൾ തന്നെ എൻ്റെ വോട്ട് എന്ന് പറയാൻ പറ്റുന്നൊരു വോട്ട് ശോഭാ സുരേന്ദ്രനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള ഒരു ബാക്കിയുള്ള രീതികളിലൊക്കെ അയലോക്കത്തെ വീട്ടിലെ സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ഫീൽ ആളുകൾക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ഇടപെടൽ. അല്ലാതെ അവരുടെ പിന്നെ ഒരുപാട് വലിയ പൊളിറ്റിക്സ് പറയുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോൾ പാലക്കാട് പോയിട്ട് അവർ അഗ്രസീവായിട്ട് അവർ പൊതുവെ അറ്റാക്കിംഗ് മോഡിലേക്ക് പോകുന്നതാണ്. പക്ഷേ പാലക്കാട് വളരെ മിതത്വം പാലിച്ച് ആരോ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ ആവേശം കൊള്ളണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്ന വോട്ടുകൾ ഇപ്പുറത്തേക്ക് സമാഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പ് മദ്രാസി ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം K. രാമകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ 2 തെരഞ്ഞെടുപ്പുകൾ 57-ലും 60-ലും അവിടെ നിന്ന് രാഘവ മേനോൻ കോൺഗ്രസിൻ്റെയാണ് ജയിച്ചത്. അതിനുശേഷം CPM അവിടെ നിന്ന് 3 പ്രാവശ്യം 2 സ്ഥാനാർത്ഥികൾ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് 65-ലും 67-ലും 70-ലും ജയിക്കുന്നു. 65 പക്ഷേ നിയമസഭ കൂടിയില്ല. പിന്നെ CM സുന്ദരത്തിൻ്റെ ഒരു തേരോട്ടമായിരുന്നു. 77 തൊട്ട് ഏകദേശം 96 വരെയുള്ള നീണ്ട 19 വർഷക്കാലം CM സുന്ദര മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് TK നൗഷാദ് വരുന്നത്. നൗഷാദിൻ്റെ പേരാണ് കഴിഞ്ഞ ദിവസം NMR റസാഖിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇദ്ദേഹം പിണറായി എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് 2011 അവിടെ ഷാഫി പറമ്പിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ വരുന്നു. 2016 വിജയം ആവർത്തിക്കുന്നു. 2016 പിന്നെ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ 2-ാം സ്ഥാനത്ത് വന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ രീതിയിൽ ഒരു ഓളം സൃഷ്ടിക്കുകയും 2-ാം സ്ഥാനത്ത് വരികയും ചെയ്തു. NN കൃഷ്ണദാസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. 2021 ആയപ്പം ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് സീറ്റില്ല, വേറെ സ്ഥലത്തോട്ട് കെട്ടിച്ചു വിട്ടു. അന്ന് അവിടെ മെട്രോമാൻ ഈ ശ്രീധരൻ മാമ അവിടെ MLA ഓഫീസൊക്കെ തുടങ്ങിയ മുഖ്യമന്ത്രി ഓഫീസ് അല്ല, അവിടെ MLA ഓഫീസ് ക്ലിഫ് ഹൗസിലോട്ട് പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു, ബുക്ക് ചെയ്തായിരുന്നു. മറ്റേ പാഴ്സൽ സർവീസ് KTCക്കാരടുത്ത് പിന്നെ പാഴ്സൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആരോ പറഞ്ഞു ക്ലിഫ് ഹൗസിലൊന്നും ഇവിടുത്തെ ഫർണിച്ചർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ ഉള്ളതെല്ലാം PWD ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്തത്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്ത് ചെന്ന് പിണറായി വിജയന് ഒന്നുകിലും ഒപ്പിട്ട് മേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചയക്കണമായിരുന്നു. അങ്ങനെ പണി ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ നല്ല ഫൈറ്റ് തന്നെയായിരുന്നു. കാരണം ഷാഫിയുടെ പിന്നെ ഭൂരിപക്ഷം കണ്ടമാനം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മളത് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് പിന്നെ കേവലം 3000 പിന്നെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അവിടെ നിന്ന് പിന്നെ അന്ന് വിജയിച്ചത്. അതായത് 3000 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. അന്ന് CPMന് 36,000 വോട്ടാണ് കിട്ടുന്നത്. ഈ ശ്രീധരന് 50,000 വോട്ട് കിട്ടി, ഷാഫി പറമ്പിലിന് 54,000 കിട്ടി. പക്ഷേ ബൈ ഇലക്ഷൻ ആയപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നപ്പം CPMൻ്റെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ പിന്നെ അത് ചെറിയ വ്യത്യാസമേ വന്നുള്ളൂ. പക്ഷേ BJPയുടെ വോട്ടിനകത്ത് വ്യത്യാസം വന്നുപോയി. കൃഷ്ണകുമാറാണ് നിന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു മെജോറിറ്റി കൂടിയിട്ട് വിജയിക്കുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല മെജോറിറ്റിയോടുകൂടി വോട്ട് ചെയ്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ കുറ്റബോധം തോന്നിയും തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലങ്കൈ ആയവൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തില്ല. കാരണം അവനിപ്പോൾ മുങ്ങി നിൽക്കുക. ആദ്യം കുറേ കാലം പിന്നെ മറ്റേ കാട്ടിലും മേട്ടിലും ഒക്കെ ഒളിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഇപ്പം പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രശോഭ് പി വത്സനോ എന്തായിരുന്നാലും വത്സ ശിഷ്യൻ ഇപ്പോൾ അവനും കാട്ടിപ്പോയി ഒളിച്ചിരിക്കുക, വത്സനായി മാറി. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ സിവിക് ഓർമ്മയുണ്ട് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ ഉദയഭാസ്കർ നിന്നിട്ട് നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുള്ള സ്ഥലമാണ് BJP വേണ്ടിയിട്ട്. ഇപ്പോൾ BJP പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി കിട്ടുന്നത് BJP പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. അപ്പം ഇപ്പം പല മുനിസിപ്പാലിറ്റികളായി. ആ രീതിയിലുള്ള സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് BJP എല്ലാ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണകുമാറും പ്രശാന്ത് P ശിവനും രംഗത്ത് വല്ലാതെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിസിബിളായിട്ട് അധികം ഇല്ല. അതേസമയം അവരുമായിട്ട് ഉടക്കി നിന്നിരുന്ന പിന്നെ BJPയുടെ നേതാവ് മറ്റേ പ്രായചെന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പുള്ളിയും അതേപോലെ തന്നെ പ്രമീള ശശിധരൻ മുൻ ചെയർപേഴ്സൺ, അവർ BJPയായിട്ട് ഉടക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് താനും. അപ്പോൾ ശോഭ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലെ വനിതകളുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്, മൊത്തത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്. പക്ഷേ വളരെ മിതത്വം പാലിച്ചാണ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത് രമേശ് പിഷാരടി പോയിട്ട് നിൽക്കുമ്പം രമേശ് പിഷാരടിക്ക് അവിടെ NMR റസാഖ് എന്ന് പറയുന്ന CPM വെച്ചേക്കുന്ന സ്ഥാനാർത്ഥി, നമ്മൾ സാധാരണഗതി പല സ്വതന്ത്രന്മാരെയും പല പണച്ചാക്കുകളെയൊക്കെ പലയിടത്തും ഇറക്കി നമ്മൾ കണ്ടിട്ടുണ്ട്, പല മുന്നണികളും. CPM ഇടതുപക്ഷം അങ്ങനെ പലരെയും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു സാധാരണക്കാരനായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സംസാരം, അവരുടെ മിതത്വം, അദ്ദേഹത്തിന് ഇരുത്തം എന്നൊരു പിന്നെ രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്നതിനേക്കാൾ വലിയ പാകതയോടെയും പക്വതയോടെയും കൂടിയിട്ട് NMR റസാഖ് സംസാരിക്കുന്നുണ്ട്. എളിമയുണ്ട്, അറ്റാക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, മാന്യമായിട്ടൊരു വളരെ ഒരു ജെന്റിൽമാൻ എന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഉള്ള 3 സ്ഥാനാർത്ഥികളിൽ വെച്ചിട്ട് ഏറ്റവും മാന്യതയായിട്ട് തോന്നുന്ന ഒരാൾ ആരാന്ന് വെച്ചാൽ NMR റസാഖ്, സംശയമൊന്നുമില്ല. കാരണം പുള്ളി ബേസിക്കലി അടിസ്ഥാനപരമായി പൊളിറ്റീഷ്യൻ അല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഗുണങ്ങളും കൂടിയുണ്ട്. പിന്നെ എന്നാൽ അവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആത്യന്തികമായി മത്സരത്തിൽ കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി UDF 3-ാം സ്ഥാനത്ത് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നൊരു സ്ഥിതിയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊരു ഒരു ചെറിയ സാധ്യത ഞാൻ ആ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. NMR റസാഖ് നന്നായിട്ട് വോട്ട് പിടിച്ചാൽ, അതായത് പരമ്പരാഗതമായി അവിടെ BJP ഭയം കൊണ്ട് UDFന് വോട്ട് ചെയ്തിരുന്ന മുസ്ലിം വോട്ട് ബാങ്കുകൾ മുഴുവൻ CPM വോട്ടിൻ്റെ കൂടെ NMR റസാഖിന് അനുകൂലമായിട്ട് പോയാൽ NMR റസാഖ് ഒരുപക്ഷെ അട്ടിമറി നേടാനും സാധ്യതയുണ്ട്. NMR റസാഖിലേക്ക് ആ വോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി വാക്ക് ഓവറിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടർമാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവർ ഏകപക്ഷീയമായി BJPയെ തോപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർ NMR റസാഖിന് വോട്ട് ചെയ്യണം. NMR റസാഖിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം NMR റസാഖും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മത്സരം എന്നുള്ള ചിത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് BJP അകറ്റി നിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ അവർ NMR റസാഖിലേക്ക് വോട്ട് ചെയ്താൽ ഒരു പക്ഷേ അത് സാധ്യമാവും. അതല്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈസി വാക്കോറിലേക്ക് അവിടെ എത്തും എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. തൊട്ടപ്പുറത്ത് തൃശ്ശൂരോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിടത്തുമാണ് നരേന്ദ്രമോദി വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി ഒന്നും കാണാതെ വരത്തില്ലല്ലോ. നരേന്ദ്രമോദി പോയ മണ്ഡലത്തിൽ അങ്ങനെ തോറ്റു എന്നുള്ളത് കേൾക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് പിന്നത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2-3 പ്രാവശ്യം തൃശ്ശൂർ വന്നു. സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് വരുന്നു, അല്ലാതെ അവിടെ വരുന്നു, ഒക്കെ വരുന്നു. തൃശ്ശൂർ വന്നു, തൃശ്ശൂർ അങ്ങോട്ട് പോവുകയും ചെയ്തു പുള്ളി. അപ്പോൾ ആ രീതിയിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വരവും കാര്യങ്ങളും പ്ലാനിങ്ങും നേരത്തെ ഉണ്ടാകുകയും രാജീവ് ചന്ദ്രശേഖരനെ നേരത്തെ പ്ലേസ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരം കൂടെ ഉറപ്പ് പിടിക്കാൻ പറ്റുമായിരുന്നു. കുറഞ്ഞ വോട്ടിനാണ് പോയത്. തൃശ്ശൂരിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ നമുക്കറിയാം, തൃശ്ശൂർ 1957 ഡോക്ടർ AR മേനോൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് EMSൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായതാണ്. ജോസഫ് മുണ്ടശ്ശേരി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ പിന്നെ 10-25 വർഷക്കാലം തേറമ്പിൽ രാമകൃഷ്ണൻ അവിടെ നിന്ന് MLA ആയിട്ടുണ്ടെന്ന്, പിന്നെ മന്ത്രിയായോ എന്ന് എനിക്ക് ഉറപ്പില്ല, സ്പീക്കറായിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇത്തവണ ഇപ്പോൾ അവിടെ രാജൻ പള്ളൻ എന്ന് പറയുന്ന അവിടെ നിന്ന് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആളാണ് നിൽക്കുന്ന, നല്ല കാൻഡിഡേറ്റ് ഒക്കെയാണ്. ആലങ്കോട് ലീലാകൃഷ്ണനെ പൊന്നാനിയിൽ നിന്ന് അവിടോട്ട് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, പിന്നെ CPI. ആലങ്കോട് ലീലാകൃഷ്ണൻ കവിത എഴുതാനും അറിയാം, നന്നായിട്ട് പ്രസംഗിക്കാനൊക്കെ അറിയാം. പക്ഷേ ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു ബർത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറേ കാലമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. കാരണം ഈ യുവകലാസാഹിതി എന്ന് പറയുന്ന സംഘടനയെ കൊണ്ടുപോയിട്ട് കുപ്പിയിലിറക്കി കുളമാക്കിയിട്ട് ഈ പിന്നെ CPIയുടെ നേതാക്കന്മാരെ മണിയടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ കയറി വന്നതിന് ശേഷം ഇതിനകത്തെ കുത്തിത്തിരിപ്പിനകത്തൊക്കെ ഒരു നിലപാടില്ലാത്ത അതും ശരി ഇതും ശരി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് യുവകലാസാഹിതിക്കകത്തുനിന്ന് പല ആൾക്കാർ AP അഹമ്മദ് ഉൾപ്പെടെയുള്ളവരൊക്കെ വിട്ടുപോകുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കഥ തീർത്ത ഒരാളാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പം CPIക്കകത്ത് തന്നെ ആലങ്കോട് ലീലാകൃഷ്ണനോട് സാംസ്കാരിക രംഗത്തുള്ള, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അപ്പോൾ ആ മേഖലയിലുള്ള പല ആളുകൾക്കും
അവിടെയുള്ള കുറേ എഴുത്തുകാരും ബാക്കിയുള്ള സാഹിത്യ കുതുകികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്കെല്ലാം ആലങ്കോട് ലീലാകൃഷ്ണനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കാര്യത്തിനകത്ത്. അപ്പോൾ ആ വോട്ട് ചിലപ്പോൾ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണനെതിരായിട്ട് തിരിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഇപ്പോൾ അവിടെ നിന്ന് പി ബാലചന്ദ്രനാണ് മത്സരിച്ച് വിജയിച്ചത്. അതിന് മുമ്പത്തെ തവണ VS സുനിൽകുമാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് പിന്നെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. ആ 2 തവണയും പത്മജ വേണുഗോപാലാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. 2016 21 21 നിൽക്കുമ്പോൾ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായിരുന്നു. സുരേഷ് ഗോപി 40,457 വോട്ട് പിടിക്കുന്നു, പത്മജ വേണുഗോപാൽ 43,317 വോട്ട് പിടിക്കുന്നു, പി ബാലചന്ദ്രൻ 44,263 വോട്ട് പിടിക്കുന്നു. അതായത് 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തികച്ച് പി ബാലചന്ദ്രനില്ല. 3-ാം സ്ഥാനക്കാരനായ സുരേഷ് ഗോപിയും ബാലചന്ദ്രനും തമ്മിൽ 4000 വോട്ടിൽ താഴെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിൽ 3000 വോട്ടിന് താഴെയുള്ള വ്യത്യാസമേ ഉള്ളൂ. 3000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ വരുമ്പം സുരേഷ് ഗോപിക്ക് സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. കുറച്ച് സുരേഷ് ഗോപിയുടെ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. പത്മജ വേണുഗോപാലിന് കെ കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറത്ത് തൃശ്ശൂർ തന്നെ കുറേ കാലമായിട്ട് താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പ്രത്യേകിച്ചും ഭക്തന്മാർക്കിടയിൽ ബാക്കിയുള്ളവർക്കിടയിലൊക്കെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ഈ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ പിന്നെ ഇവർ രണ്ടുപേരും, ഒരാൾ BJPയുടെ ഒരാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നപ്പം ചില ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ചിലർ BJPക്ക് പിന്നെ സുരേഷ് ഗോപിക്ക്, അത് BJPക്കുള്ള വോട്ടല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ചിലർ പത്മജിക്ക് വോട്ട് ചെയ്തു, അത് കോൺഗ്രസിനുള്ള വോട്ടല്ല. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇല്ലായിരുന്നെങ്കിൽ പത്മജ അവിടെ ജയിച്ചേനെ. അപ്പം ഇവരെ 2 പേർക്കുമുള്ള വ്യക്തിപരമായി ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം പത്മജിക്ക് ചെയ്യണോ സുരേഷ് ഗോപിക്ക് ചെയ്യണോ, അത് താമരയ്ക്ക് ചെയ്യണോ കൈപ്പത്തിക്ക് ചെയ്യണോ എന്നുള്ളതല്ല. ഈ കൺഫ്യൂഷൻ മാറിക്കിട്ടി ഇപ്രാവശ്യം. കാരണം സുരേഷ് ഗോപി കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാൽ അവിടെ വരികയാണ്. സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് നിന്നപ്പോൾ പത്മജ വേണുഗോപാൽ കൃത്യസമയത്ത് BJPയുമായിട്ട് ചേർന്ന് സ്വന്തം സഹോദരൻ മത്സരിച്ചിട്ട് പോലും സുരേഷ് ഗോപിക്ക് മന്ത്രിയായിട്ട് വരികയും ചെയ്തു. അതിൻ്റെ കടപ്പാട് സുരേഷ് ഗോപിയും തിരിച്ച് ചെയ്യും. അത് ഇവരെ 2 പേരുടെയും പേഴ്സണലായിട്ടുള്ള വോട്ട് ബാങ്കുകൾ ഒരേ അക്കൗണ്ടിലേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ തവണ 2021 സ്പ്ലിറ്റായി പോയിട്ടുള്ള അക്കൗണ്ട്. പിന്നെ പ്രത്യേകിച്ച് കരുണാകരൻ്റെ കുടുംബത്തോട് പണ്ട് തൊട്ടേ സുരേഷ് ഗോപിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ വോട്ടുകളും അതിൻ്റെ കൂടെ BJP വോട്ടുകളും കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതേപോലെ തന്നെ ഈ രാജൻ പള്ളത്തെന്ന് പറയുന്ന പിന്നെ ഈ കക്ഷിയും അത്ര ചില്ലറക്കാരനൊന്നുമല്ല, പ്രാദേശികമായിട്ട് സ്വാധീനമുള്ളതാണ്. പക്ഷെ പിന്നെ അവിടെ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ കാര്യം പിന്നെ പന്തിയല്ല എന്നാണ് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. 3-ാം സ്ഥാനത്തേക്ക് പിന്നെ CPI പോകാൻ സാധ്യതയുണ്ട്. 1-ാം സ്ഥാനത്തുള്ള ഇടതു മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും 1-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം പിന്നെ കോൺഗ്രസും BJPയും തമ്മിലാവുകയും ചെയ്യുന്നൊരു കാഴ്ചയിലേക്കാണ് അവിടെ പോകുന്നത്. അപ്പം മത്സരത്തിൻ്റെ റിസൾട്ട് നമുക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മോദിയുടെ ഗ്യാരണ്ടി, എന്ത് ഗ്യാരണ്ടിയാണ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രസംഗിക്കുക. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 3 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. പുള്ളി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വേദിയിലുണ്ട്. അത് പുള്ളി തിരഞ്ഞെടുത്ത 2 സ്ഥലങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ 1-ാം ഘട്ട പര്യടനത്തിൽ പുള്ളി തിരഞ്ഞെടുക്കുന്ന 2 സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും പാലക്കാടും. പട്ടരൊന്നും കാണാതെ വെള്ളത്തിൽ ചാടത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്നും കാണാതെ അവിടെ നിന്ന് ഈ ഗുജറാത്തികളുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളി ഒന്നും കാണാതെ പുള്ളി അമിത്ഷായി ഒന്നും എവിടെയും പോയി പ്രസംഗിക്കത്തില്ല. അപ്പം പിന്നെ ജയിച്ചാൽ അത് മോദിയുടെ ഗ്യാരണ്ടി കണ്ടിട്ട് ജയിച്ചു എന്നുള്ള സാധനം അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് പോക്കറ്റിലിട്ട് പോവുകയും ചെയ്യാം. അപ്പം ആ രീതിയിലുള്ള പ്ലാനിങ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ അവർക്കും ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പലപ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ചും പരാജയപ്പെടാറുണ്ട്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ പരിപാടിയൊക്കെ നടത്തിയപ്പോഴും സ്റ്റേറ്റ് ഇൻ്റലിജൻസിന് വല്ല വിവരം കിട്ടിയോ? അവിടെ നിന്ന് കമാൻഡോകൾ ഇവിടെ വന്ന് ഇറങ്ങിയത് പോലും അറിഞ്ഞില്ല. ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വന്ന് കമാൻഡോകൾ ഇവിടെ ഇറങ്ങി അവർ പിന്നെ പല ഭാഗത്തേക്കും പല പ്രദേശത്തേക്കും അവർ ആളുകളെ ലൊക്കേറ്റ് ചെയ്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിക്കാൻ വേണ്ടി ചെന്നു. അതാത് സ്ഥലത്ത് അവരുടെ വീട് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ലോക്കൽ പോലീസിൻ്റെ സഹായം മേടിക്കുമ്പോഴാണ് സംസ്ഥാന പോലീസ് അറിയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഇൻ്റലിജൻസ് സംവിധാനം എന്താണ്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടും കൂടെ വെച്ചിട്ടാണ്, സ്റ്റേറ്റ് പാർട്ടിയുടെ കണക്ക് മാത്രമല്ല അതും കൂടെ വെച്ചിട്ടാണ് 12 സീറ്റ് എന്തായാലും ഉറപ്പെന്ന് പറഞ്ഞേ. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആരിഫും തോറ്റ്, ഇപ്പുറത്തേക്ക് ചേലക്കര രാധാകൃഷ്ണൻ ജയിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ അതിനേക്കാൾ അപ്പുറത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും അത് പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യും എന്നുള്ളതും ആര് ഭരിച്ചാലും യൂസ് ചെയ്യും എന്നുള്ളതും സംശയമൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ 2 കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഈ പര്യടനത്തിനകത്ത് 1-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ ശോഭയ്ക്ക് BJPക്ക് അകത്തുനിന്ന് കുറച്ച് വോട്ടുകൾ പോകാൻ സാധ്യതയുണ്ട്. ചില BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ തന്നെ താമരയ്ക്ക് കുത്താതെ അപ്പുറത്ത് കുത്തുന്ന സ്ഥിതിയുണ്ട്, ശോഭയോട് ശത്രുതയുള്ള ആൾക്കാർ. പക്ഷേ എന്നാൽ തന്നെ മറ്റാരും നിന്നാലും കിട്ടാവുന്നതിനേക്കാൾ ഇന്ന് കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയാലും വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് അവർക്ക് ചെറിയ സാധ്യത ഞാനവിടെ കാണുന്നു. ഇല്ലെങ്കിൽ NMR റസാക്കിന് വോട്ടുകൾ UDF അനുകൂല വോട്ടുകൾ ഒന്നായിട്ട് ഒഴുകിപ്പോകണം. അങ്ങനെ ഒഴുകിപ്പോയാൽ NMR റസാക്കിന് അട്ടിമറി വിജയം നേടി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന CPMന് മണ്ഡലം
തിരിച്ചു പിടിക്കാൻ പറ്റും. അവിടുത്തെ വോട്ടർമാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ BJP അകറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സംഭവം ഈസി വാക്ക് ഓവറിലേക്ക് അങ്ങ് പോകും ശോഭാ സുരേന്ദ്രൻ. പിന്നെ തൃശ്ശൂരെ സ്ഥിതി നമുക്ക് പ്രവചനാതീതമായൊരു മത്സരമാണ് നടക്കുന്നത്. അതിനകത്തും ഇപ്പോഴും ഒരു സാധ്യത കൂടുതൽ ഞാൻ കാണുന്നത് പത്മജ വേണുഗോപാലിനാണ്.